നമസ്കാരം. വെൽക്കം ടു യൂണിവേഴ്സ്. ഇന്ന് നമ്മൾ സെൽഫ് ലവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ സെൽഫ് ലവ്? ഈ സെൽഫ് ലവ് നമ്മുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, അത് പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം, അതിലൂടെ നമ്മൾ സ്വയം വൃത്തിയാണെന്നും നമുക്ക് അപ്രീസിയേഷനിലൂടെയാണ് നമ്മൾക്ക് ബോധ്യം വരുന്നത് ദാറ്റ് ഞാൻ ഇതിന് കേപ്പബിളാണോ, വർത്തി ഓഫ് ലവ് ആണ്, റെസ്പെക്റ്റൊക്കെ ഡിസേർവ് ചെയ്യുന്ന ആളാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിയാണോ? അത് ശരിയായ കാര്യമാണോ? അവിടെ നമുക്ക് എപ്പോഴും അത് പോസിബിളാണോ? എപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും അപ്രിസിയേഷനും ലവ്, റെസ്പെക്റ്റ് എല്ലാം വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വയം അത് ചെയ്ത് നോക്കിയാലോ. അത് സ്വയം ചെയ്താലല്ലേ നമുക്കത് നിന്നും നിലനിൽക്കൂ. എങ്ങനെയാണ് സ്വയം ചെയ്യുക? എന്നാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ജേർണലിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താണ് എന്ന് ആദ്യം നമുക്ക് എഴുതണം. ലൈക്ക് ഞാൻ സുന്ദരിയാണ്, ഐ എം വർത്തി ഓഫ് ലവ്, ഐ എം ബെസ്റ്റ്. നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റി, എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, അതൊക്കെ നമ്മളാണെന്ന് പറഞ്ഞ് ജേർണലിംഗ് അങ്ങ് എഴുതുക. പിന്നെ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് വളരെ നല്ല ക്വാളിറ്റീസ് അങ്ങോട്ട് പറയുക. അത് നമ്മളുടെ ഉള്ളിൽ സെൽഫ് എസ്റ്റീമിനെ കൂട്ടാനും പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു പ്രത്യേക സന്തോഷവും നമുക്കൊരു ആത്മവിശ്വാസവും കൂടും. എങ്ങനെയെന്നല്ലേ, ആദ്യം നമുക്ക് എന്തൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വാക്കുകൾ സ്വയം തന്നെ കണ്ണാടി നോക്കി ഞാൻ അതാണെന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും മറ്റുള്ളവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നെങ്കിൽ. വേണ്ട, നമുക്ക് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും കണ്ണാടി നോക്കിയിട്ട്. എങ്ങനെ? ലൈക്ക് ഐ ആം സോ ബ്യൂട്ടിഫുൾ, ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നിൻ്റെ പേര്, അവരവരുടെ പേര് പറഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രശംസിക്കുക. അത് കേട്ട് ആദ്യമൊക്കെ നമുക്ക് ഒരുമാതിരിക്ക് തോന്നും. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ സെൽഫ് കോൺഫിഡൻസ് കൂടും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു സ്വഭാവം മാറ്റണം എങ്കിൽ ആദ്യം നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു സ്വഭാവത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഐ എം റെഡി ടു ചേഞ്ച്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ചേഞ്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതാണ് ആദ്യം നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് ഓഫ് ലവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങുമ്പോഴോ നമുക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പകുതി വഴി തന്നെ അത് ഉപേക്ഷിക്കും. അങ്ങനെ വരുമ്പം ആദ്യം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് നൗ ഐ എം കൺസിസ്റ്റൻ്റ് ഇൻ മൈ വർക്ക്, ഐ എൻജോയ് മൈ വർക്ക്, ഐ ഇൻവെസ്റ്റ് മൈ ടൈം ഫോർ ഗ്രോത്ത് എന്ന് പറയുമ്പം ഞാൻ ചെയ്യുന്ന വർക്കിന് ഞാൻ അതിന് ആത്മാർത്ഥത കൊടുക്കുന്നു. ചെയ്യുന്ന കാര്യം ഞാൻ അതിൽ കൺസിസ്റ്റൻ്റ് ആണ്, ഞാൻ എന്ത് സമയം ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഈ പറയുന്ന വാക്കുകൾ നമ്മളോട് തന്നെ പറയുമ്പോൾ അത് ഒരു മടങ്ങായിട്ട് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം സംസാരിച്ച് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഇത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഇതുവരെ ഡിലേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഫേവറിൽ വരും. ഇതേ ഫേവറിലാണ് സെൽഫ് ലവിൻ്റെ ആദ്യത്തെ പടി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യല്ലേ, സ്വയം തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്രിസിയേഷൻ, നമ്മൾ എന്തൊക്കെയാണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ സ്വയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെൽഫ് ലവിൻ്റെ ആദ്യത്തെ പടി. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻറ്റും കൂടിയുണ്ട്. അതാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഭഗവാനോട് ആദ്യം തന്നെ നന്ദി പറയണം. നമ്മളെ ആദ്യം തന്നെ നമുക്ക് തന്നതെല്ലാം അതിന് നന്ദി പറയണ്ടേ. എത്രത്തോളം നമ്മൾ തന്നതിന് നന്ദി പറയൂ, അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡബിൾ ആംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും നമുക്കത് തിരിച്ച് കിട്ടുക. അത് അനുഭവിച്ചറിയണമെങ്കിൽ അത് നമ്മൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് അനുഭവിച്ചു നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.